അപ്പൻ. ഹലോ അച്ഛാ. ആ സിന്ധുമോളെ, ഞാനാ സാമുവൽ. സുഖാണോ? ആ സുഖമാണ്. ഹണിയോടെ? അവള് കുളിക്കുക. ഞാൻ വിളിച്ചതേ, ആ വില്യംസിൻ്റെ ചേട്ടൻ മാർട്ടിനില്ലേ, ഗുണ്ടയാ, അവനോട് വന്നിരുന്നു. എന്നിട്ട് കുറേ ഭീഷണിയൊക്കെ മുഴക്കിട്ടാ പോയത്. എൻ്റെ പേടിയെന്തെന്ന് വെച്ചാൽ ഇനിയിപ്പം അവൻ അവിടെ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ വന്ന അടിച്ചാണ്ട് കയ്യും കാലും ഓടിക്കും. അച്ഛൻ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. ഇവിടെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ശരി മോളെ, ഞാൻ വിളിച്ചെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കണേ. ഇവിടെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലേ. വാ, ഫ്രീ ആയിരിക്കും വക്കീലെ. പുള്ളി ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വാ. ഗുഡ് മോർണിംഗ് സാർ. കയറിയിരിക്കും വക്കീല. താങ്ക് യു. ഒന്നടിക്കുന്നോ? വേണ്ട സാർ, കോടതിയിൽ പോകാനുണ്ട്. എന്തായാലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നമില്ല സാർ, നമ്മളിറക്കിയ പാർട്ടികൾക്ക് ഒരു FIR വരുത്തില്ല. ഗുഡ്. മേലാ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ ഈ ചീപ്പ് പരിപാടിയായി ഇറങ്ങരുത്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആടാ. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം MDMക്ക് നല്ല സ്കോപ്പാണ്. നിന്റെ പേഴ്സണൽ കാര്യങ്ങളും നടക്കും, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. അല്ലേ വക്കീലെ? അതെ, കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയാൽ മതി. നിനക്ക് ഞാനൊരു മാരേജ് പ്രപ്പോസൽ കൊണ്ടുവന്നില്ലേ, അത് നടക്കുന്നത് വരെയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കും. അത് നടക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം. പ്രതികാരം ഞാൻ ചെയ്തു, പക്ഷേ അതിലൊരാൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് നിനക്കറിയാവോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ജൂലി. ഇതെന്റെ തീരുമാനമാണ്, അനുസരിക്കുക. എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലേ, അതിൻ്റെ ഒരു വിഹിതം നിന്റെ ആ ബ്രദറില്ലേ, എന്താ പേര്? മാർട്ടിൻ. ആ, അയാളെ ഏൽപ്പിച്ചു. ചെന്ന് വാങ്ങിച്ചു. ഓക്കെ. വക്കീലേ, അപ്പം ഇനി അടുത്തത് എന്താണ് പരിപാടി? റൂട്ടൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ. സാറ് ലൊക്കേഷൻ ഇട്ടായിരുന്നല്ലോ. കരിക്കും കൂട്ടി 2 ബർക്കാടി അടിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തെ ലീവാക്കി. ഓ, ഇതുപോലെ ദുരിതം പിടിച്ചൊരു പണി. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ജീവിതം ഹോമിക്കുന്ന നമ്മുടെ പണി. അടെ മോള് അടിക്കൂ. ആ ബെക്കാടിയല്ലേ, നോക്കാം. സാറിന്റെ വീഡിയോയോ? അത് ഞാൻ അന്നാ ഡിലീറ്റ് ആക്കിയല്ല. പിന്നെന്തിനാ എന്നെ വിളിച്ചത്? വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റണ്ടേ, നേരിട്ട് കാണണമെന്ന് തോന്നി. കണ്ടാ മാത്രം മതിയോ അതോ? മോളുടെ ഇഷ്ടം, നിർബന്ധമില്ല. അറിഞ്ഞു തരണം. സാറിന് നാണല്ലേ? മോളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. എന്തായാലും ഞാൻ മോശക്കാരിയാ. ഇനി സോഷ്യൽ മീഡിയയിൽ സാറ് കൂടെ നാറണ്ട. ഓക്കെ, ബൈ. സാറേ, എനിക്ക് ഹണി ഒന്ന് കാണണം. മനസ്സിലായില്ല. ഞാൻ ഹണിയുടെ അപ്പനാ. ഹണിയുടെ അപ്പനാണോ? ആ. എനിക്ക് ഒരു കാര്യം പറയാനായിരുന്നു. മഞ്ജു, ഒന്ന് നോക്കിയേക്കണേ, ഒന്ന് വരൂ. വരൂ, കയറിക്കോളൂ. വരൂ, ഇരിക്കൂ. സാറേ, കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? 2 ചായ. ആ, ഓക്കെ. എന്താ സാറേ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ? ഹണിയുടെ കാര്യം തന്നെ. അവളെൻ്റെ ബിസിനസ് പാർട്ണറാക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
ഞാൻ അവളെ ബിസിനസ് പാർട്ണറാക്കുന്നത് എൻ്റെ ലൈഫ് പാർട്ണറാക്കാൻ കൂടിയാണ്. മനസ്സിലായില്ല എനിക്ക്. എനിക്കവളെ കല്യാണം കഴിയും. എനിക്കവളെ ഇഷ്ടമാണ്. അവൾക്കതറിയോ? ഇല്ല, അപ്പന സമ്മതമാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. മോൻ്റെ വീട്ടുകാർക്കറിയോ? വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം തന്നെയാണ് അമ്മയുടെ ഇഷ്ടം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, ഭാര്യയായിട്ടൊന്ന് സംസാരിക്കാം. മതി. ശരി എന്നാ. ചേച്ചി എന്താ മഴയത്ത് ഇവിടെ നിൽക്കുന്നത്? ഞാനെന്നും തനിച്ചായിരുന്നല്ലോ. പിന്നെ മഴ, അത് പ്രകൃതിയുടെ ദുഃഖമല്ലേ. ഈ ചേച്ചി എന്നുള്ള വിളി വേണ്ട, ഭയങ്കര ഫോമല. സിന്ധു ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പ്രണയമാണോ നീ ഉദ്ദേശിച്ചത്? എനിക്ക് സമയമില്ലായിരുന്നു കുട്ടി. പുരുഷന്മാരെ ഞാൻ വെറുക്കുന്നു. എൻ്റെ കഴിഞ്ഞ കാല ഓർമ്മകളാണ് അതിന് കാരണം. ചെറുപ്രായത്തിൽ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും. എനിക്ക് അവരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. എനിക്ക് എന്നെപ്പോലെ സഫർ ചെയ്യുന്നവരെ സ്നേഹിക്കാനാണ് ഇഷ്ടം. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നീ. ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എനിക്ക് കാഷ്വൽ എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ 30 വയസ്സിനുള്ളിൽ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്നേഹിച്ചിട്ടുണ്ട്, സെക്സും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുരുഷന്മാരായിട്ടല്ല, സ്ത്രീകളുമായിട്ട്. പിന്നെ പെണ്ണാണെങ്കിലും സ്നേഹത്തോടെ നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മളെ പ്രണയവികാരത്തിൻ്റെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. എനിക്കിപ്പോൾ നിന്റെ പ്രണയം മനസ്സിലാകുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ? ഐ ലവ് യു. ഐ ലവ് യു സിന്ധു.
വേഗം നിൽക്കുകയും പോയിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ളതാ. അങ്ങോട്ട് നിൽക്കുകയോ? ആ ഹലോ അച്ചായോ, ഇന്നത്തെ ഭാഗ്യം ഏത് വേണം? ഭാഗ്യമൊക്കെ പോയടോ. അതിനെ പറ്റി പെട്ടെന്ന് ഭാഗ്യമൊക്കെ പോവാൻ ഞാനാ ഒന്നും പറയണ്ട, പറയുന്ന ഇറങ്ങി വരുന്ന മാറിപ്പോയല്ലേ? മോളെ കണ്ടു കാണും. കുറച്ച് നാളായിട്ടിത് എനിക്ക് ചേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. അവൾ ആ സിന്ധുവിൻ്റെ കൂടെയാണ് നടപ്പ്. സിന്ധുവിനെ അറിയാമല്ലോ, ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു മോശം പെണ്ണാണിപ്പോൾ. അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. ലെസ്ബിയൻ. നിങ്ങൾക്ക് നാണക്കട. വളർത്തോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ചായൻ അറിയാഞ്ഞിട്ടാ. നാട്ടുകാരൊക്കെ മുഖത്തോക്കി ചിരിക്കും. ഡോക്ടർ അല്ല, ഓരോ തന്തമാരുടെ ഗതികേടേ. മക്കളെയൊക്കെ വളർത്തുമ്പോഴേ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ അവസാനം ഇതുപോലെ കരഞ്ഞോണ്ട് പോകേണ്ടി വരും. ശരിയാ, എന്നാ കട അടച്ചേക്കാം. ശരി. Hey, വാ. Come on. വാ. വാ. ദാ അവിടെ. വാ. ചേട്ടാ കടല കടല വേണ ചേട്ടാ? വേണ്ട ചേട്ടാ, നല്ല ചൂടുള്ള കടലയാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഓ ഹലോ അച്ചായ, നിങ്ങളിപ്പോ എവിടെയാ? നമ്മുടെ മോള് കൈവിട്ടുപോയ ലക്ഷണമാ. നിങ്ങൾ എന്തോന്നേ പറയണത്? അവളെ കണ്ടോ? കണ്ടു. ഒന്നല്ല, പലവട്ടം പല സ്ഥലത്ത് വെച്ച് കണ്ടു. എടി, എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവളുടെ രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് തെളിച്ചു പറ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടേ. അവളൊരു പെണ്ണുമായിട്ട്. അച്ഛൻ എന്തേ പറയണേ? എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ അറിഞ്ഞൂടാ. ഞാൻ നേരിട്ട് വന്നിട്ട് എല്ലാം പറയാം. എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. എനിക്ക് ഭ്രാന്തെടുക്കുന്നതേ. എന്റെ കർത്താവേ, എന്തൊരു പരീക്ഷ! എന്റെ മോളോടെ എന്തിനാ നീ അവളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവളങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നത് അറിയാം.
പക്ഷെ എന്ത് രീതിയാണ്? അങ്ങനെ ഒരു രീതി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി. നീ അവളെ കൂടെ കണ്ട ബാറിലും കടലിലും ഒക്കെ കുത്തി പറയുന്നു. എനിക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുക. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സ്നേഹം ആര് തരുന്നു അവരുടെ കൂടെ ജീവിക്കുന്നതാണ് എന്റെ പോളിസി. നീ ഒരു കാലത്ത് തന്നാതില്ലടി. ഒരു അപ്പന്റെ ശാപമാ. ഈ ശാപം എന്തായാലും എനിക്ക് ഉപകാരം. ഇവിടെ നീതി നിയമമൊക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം.